അവർ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. എസ് ജോയ് DCC പ്രസിഡന്റ് തവനൂരിൽ UDF സ്ഥാനാർത്ഥിയാണ്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ അവിടെ UDFൻ്റെ ഒരു പുതുമുഖം തന്നെയാണ് സന്ദീപ് വാര്യർ. സ്ഥിരമായിട്ട് അവിടെ നമ്മുടെ കേരള കോൺഗ്രസ്സിന് കൊടുക്കാറില്ല. ഇത്തവണ അത് UDFൻ്റെ തന്നെ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. രണ്ടുപേരും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. UDFന് കരുത്തുറ്റ ശബ്ദമായി അവർക്ക് ജയിച്ചു വരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ദൈവാനുഗ്രഹം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ലീഗിലെടുത്ത ചില പ്രശ്നങ്ങളും അത് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ ലീഗ് ഉണ്ടായിട്ടുള്ളൂ. അത് ആ രീതിയിൽ തന്നെ ലീഗ് കൈകാര്യം ചെയ്യും. ലീഗുകാരനാണല്ലോ അദ്ദേഹം. അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹം പോയിട്ടുണ്ട്. പാർട്ടിയാണല്ലോ അന്തിമ തീരുമാനം എടുക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഇനിയും പിന്നെ ഇപ്പോൾ അതൊന്നുമല്ല പാർട്ടി ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ നിർണ്ണയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ നോമിനേഷൻ കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ അതിലാണ് പാർട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത കെ സുധാകരൻ NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ള. അല്ല, അത് കുറേ ആൾക്കാർ ഭാവന സൃഷ്ടിയായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതേ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനാണല്ലോ, അവിടെ തന്നെ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പറയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. പാർട്ടി അതിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹവും വളരെ പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. ആ നിലയ്ക്ക് അദ്ദേഹം തീരുമാനം എടുക്കൂ എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം കൈകാര്യം ചെയ്തല്ലേ കോൺഗ്രസ് ഒരു വീഴ്ച പറ്റിയേ തോന്നുന്നുണ്ടോ? അദ്ദേഹത്തെ കൈകാര്യം ചെയ്തല്ലേ കോൺഗ്രസിന് ഒരു വീഴ്ച പറ്റിയേ തോന്നുന്നുണ്ടോ? ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, കോൺഗ്രസ് ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണല്ലോ, ഉന്നത നേതാക്കളൊക്കെ ഉള്ള പാർട്ടിയാണ്. അവർക്ക് അവിടെ വീഴ്ച വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പൊതുവേദിയിൽ ഇങ്ങനെ ചർച്ചയാവുന്നത് അവസാന നിമിഷമായിട്ടും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അന്തിമമായിട്ടില്ല. അപ്പോൾ ഈ ദിവസങ്ങൾ വളരെ കുറച്ചുള്ളൂ. അതൊരു പ്രതിസന്ധിയാക്കും UDFന്റെ സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു വലിയ പാർട്ടിയാണ്. ഒരുപാട് പേര് സ്ഥാനാർത്ഥികളായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചർച്ചകളും അതിലൊക്കെ സമയമെടുക്കും. അത്രേ ഉള്ളൂ. അവസാന നിമിഷത്തിൽ ഒക്കെ പരിഹരിക്കും. അതാണല്ലോ കോൺഗ്രസിൻ്റെ പാരമ്പര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.